പ്രണയിനി ഭാഗം 15. എന്താ നീ വിളിച്ചത്? എഡ്ഡി അത്ഭുതത്തോടെ ആരുവിൻ്റെ മുഖം പിടിച്ചുയർത്തി അവളെ നോക്കി ചോദിച്ചപ്പോൾ ആരു വിതുമ്പുന്ന ചുണ്ടുകളോടെ അവനെ നോക്കി. അപ്പോളായിരുന്നു താൻ പിടിച്ചപ്പോൾ അവന് വല്ലാത്ത വേദനയായി എന്നവന് മനസ്സിലായത്. അപ്പോൾ തന്നെ അവളിലെ പിടി ഒന്ന് അയച്ചുകൊണ്ടവൻ അവളെ വിടാതെ തൻ്റെ മേലേക്ക് തന്നെ കിടത്തി. എന്നെ വിട് സാർ. സാർ എന്തായി കാണിക്കുന്നേ? ആരു പതറിക്കൊണ്ട് പറഞ്ഞപ്പോൾ എഡ്ഡി ഒന്നും മിണ്ടാതെ അവളെ ചേർത്ത് പിടിച്ചതേ ഉള്ളൂ. എന്താ ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അതിനു മുന്നേ എൻ്റെ ബൊമ്മക്കുട്ടി ഒന്ന് ഓക്കെ ആവട്ടെ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇങ്ങനെ എന്നിലേക്ക് ചേർന്ന് കിടന്നാൽ വേഗം വിടാം. ഇല്ലെങ്കിൽ എന്നെ അറിയാലോ. എഡ്ഡി അത് പറഞ്ഞപ്പോൾ ആരും ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ കിടന്നു. ആ സമയം അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നുകൊണ്ട് ആരുവും ആലോചിക്കുകയായിരുന്നു എഡ്ഡിയെ പറ്റി. ആരാണ് തനിക്കിയാൾ? ആരുമല്ല, ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ മുതലാളിയുടെ മകൻ. പക്ഷേ എന്തുകൊണ്ടാ എൻ്റെ സന്തോഷത്തിലും വേദനയിലുമൊക്കെ ഇയാൾ എനിക്ക് താങ്ങായി വരുന്നത്? ഇയാൾ അടുത്തുണ്ടാകുമ്പോൾ എന്നുള്ളിൽ ഒരു വേദനയും ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? എന്നെ ശരിക്കും ഇഷ്ടമായത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ? അതോ നന്ദേട്ടനെ പോലെ ചതിക്കാനാണോ? ഉത്തരം കിട്ടാത്ത മനസ്സോടെ അവൾ അങ്ങനെ തന്നെ കിടന്നു. ആദ്യ, നിന്റെ മനസ്സിൽ ആരോടും പറയാത്ത, ആരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നെനിക്ക് തോന്നുന്നു. എന്താണെന്ന് എന്നോട് പറ ആദ്യ. കുറച്ചു നേരത്തിന് ശേഷം അവളെ തന്നിലേക്ക് കൂടുതൽ അണച്ചു പിടിച്ചുകൊണ്ട് എഡ്ഡി ചോദിച്ചപ്പോൾ ആരോ ഒരു നിമിഷം നിറഞ്ഞ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് അവനെ നോക്കി. ശേഷം അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അവളുടെ മനസ്സിൽ നിറയെ എല്ലാ കാര്യവും അവനോട് പറയണം എന്ന് മാത്രമായിരുന്നു. പറയാം, എല്ലാം ഞാൻ പറയാം. ഇനിയും ഇങ്ങനെ സ്വയം ഉരുകാൻ എനിക്ക് വയ്യ. എല്ലാം നിങ്ങളെങ്കിലും അറിയണം. കരഞ്ഞുകൊണ്ടുള്ള അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ ഡോറിനരികിൽ ചാരി നിന്ന് അവർ പറയുന്നത് കേട്ട് നിന്ന അപ്പുവിൻ്റെയും കീർത്തുവിൻ്റെയും കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. എങ്കിലും തങ്ങൾക്കറിയാത്ത, ആർക്കും അറിയാത്ത അവളുടെ ലൈഫിലെ ഓരോ കാര്യവും അറിയാനായി അവർ അവളുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തു. ഇനി പറയാൻ പോണത് ആരുവിൻ്റെ പാസ്റ്റാണ്. കുഞ്ഞുനാൾ മുതലേ ഒരുമിച്ച് കളിച്ച് പഠിച്ച് നടന്നവരാണ് ആരാധ്യയും കീർത്തനയും. അതുകൊണ്ട് തന്നെ രണ്ട് കുടുംബവും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. ആരു കുഞ്ഞിലെ ഒരു പാവമായിരുന്നു. ആരുടെയും മുഖത്ത് നോക്കി ഒന്ന് ഉച്ചത്തിൽ സംസാരിക്കാൻ പോലും അറിയാത്തവൾ. അതുകൊണ്ട് തന്നെ ആ പൂച്ചക്കുട്ടിയുടെ ഇടം വലമായി അപ്പുവും കീർത്തവും ഉണ്ടായിരുന്നു. കുഞ്ഞുനാളിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ആരുവിന് ആകെ സ്വന്തമെന്ന് പറയാനുള്ളത് ഏട്ടൻ അർണവ് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ആരുവും അപ്പുവും അധികവും കീർത്തുവിൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു. അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇവർ രണ്ടുപേരും സ്വന്തം മക്കളെ പോലെയുമായിരുന്നു. പക്ഷേ മുംബൈയിലായിരുന്ന കീർത്തുവിൻ്റെ ഏട്ടൻ നന്ദകിഷോറിന് ഇവരെ പറ്റി കീർത്തു പറഞ്ഞറിയാമെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. അവൻ അവിടെ താമസിക്കാനായിരുന്നു ഇഷ്ടം. അങ്ങനെ ഇരിക്കെയാണ് കീർത്തുവും അപ്പുവും തമ്മിൽ പ്രണയത്തിലാവുന്നത്. ആരുവിനും ആ വാർത്ത വളരെയധികം സന്തോഷം നൽകുന്നുണ്ടായിരുന്നു. കാരണം ഏട്ടൻ്റെ ഭാര്യ എന്ന കാര്യം ഓർക്കുമ്പോഴൊക്കെയും അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് കീർത്തുവിനെ ആയിരുന്നു. ആ സമയം അതേ ഒരു ചിന്ത കീർത്തുവിൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. പക്ഷേ നന്ദൻ്റെ മനസ്സറിയാതെ ആരുവിനെ അവനു വേണ്ടി വാക്കാലൊന്ന് ഉറപ്പിച്ചു വെക്കാൻ പോലും അവൾ മുതിർന്നില്ല. ഈ കാര്യം അവൾ അപ്പുവിനോട് സൂചിപ്പിച്ചപ്പോൾ അവനും പറഞ്ഞത് ആദ്യം നന്ദൻ്റെ മനസ്സിൽ എന്താണെന്നറിയുക എന്നായിരുന്നു. അങ്ങനെ അവർ കാത്തിരുന്നു നന്ദൻ്റെ വരവിനായി. ഓണത്തിൻ്റെ വെക്കേഷനിൽ അവൻ വരുമെന്നറിഞ്ഞ കീർത്തു ഒരുപാട് സന്തോഷത്തിലായിരുന്നു. കാരണം അവൾക്കവൻ നല്ലൊരു ഏട്ടനായിരുന്നു. എന്തു പറഞ്ഞാലും അതൊക്കെ വാങ്ങിക്കൊടുക്കുന്ന, അവളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരേട്ടൻ. അപ്പുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പോലും നന്ദൻ അവളെ സപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ഉണ്ടായത്. അങ്ങനെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ട് കീർത്തു കാത്തിരുന്നു അവളുടെ ഏട്ടൻ്റെ വരവിനായി. ആ സമയം അവളിൽ നിന്നും നന്ദനെക്കുറിച്ച് അറിഞ്ഞതെല്ലാം വെച്ച് അവനെ ഒരു നോക്ക് വെറുതെ ഒന്ന് കാണാൻ ആരുവിൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഓണം പ്രമാണിച്ചു കൊണ്ടുള്ള ലീവിന് വേണ്ടി നന്ദനും അവൻ്റെ ഒരു ഫ്രണ്ടും നാളെ എത്തുമെന്ന വിവരം കിട്ടി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കീർത്തു ഏട്ടന് വേണ്ടി സിറ്റൗട്ടിൽ കാത്തിരിക്കാൻ തുടങ്ങി. കൂടെ അപ്പുവും ആരുവും ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ഇങ്ങേക്ക് എത്തണമെന്ന് പറഞ്ഞ് കീർത്തു വാശി പിടിച്ചതിൻ്റെ ഫലമായി ചായ പോലും കുടിക്കാതെയായിരുന്നു അവർ വന്നത്. അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം നന്ദൻ്റെ കാർ അവരുടെ വീടിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ കീർത്തു അവൻ്റെ അടുത്തേക്ക് ഓടി. ചേട്ടാ! അവനരികിലേക്ക് അവൾ എടുത്തപ്പോഴേക്കും നന്ദൻ അവളെ പൊക്കിയെടുത്ത് ഒന്ന് വട്ടം കറങ്ങിയിരുന്നു. അത് കണ്ടപ്പോൾ ഉമ്മറത്ത് നിൽക്കുന്ന എല്ലാവരും അവരെ ചിരിയോടെ നോക്കി നിന്നു. ആരു ആണെങ്കിൽ നന്ദനെ വെറുതെ ഒന്ന് നോക്കിയ ശേഷം പിന്നെ തലയും താഴ്ത്തി അപ്പുവിൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് നിന്നു. എന്തുകൊണ്ടോ അവളിൽ ഒരുവിധ മാറ്റങ്ങളും അവനെ കാണുമ്പോൾ ഇല്ലായിരുന്നു.
ഇതേ സമയം ഏട്ടൻ്റെയും അനിയത്തിയുടെയും സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ ശേഷമായിരുന്നു അവൻ്റെ കാറിൻ്റെ പിൻസീറ്റിൽ നിന്നും ഒരു പെണ്ണിറങ്ങി വന്നത്. അപ്പോൾ അവളെ കണ്ടപ്പോൾ കീർത്തു ചിരിച്ചുകൊണ്ട് അവൾക്ക് അടുത്തേക്ക് ഓടിച്ചെന്നു. ശില്പ, വാട്ട് എ സർപ്രൈസ്! കുട്ടി ടോപ്പുമിട്ട് ചുണ്ടിൽ നിറയെ ചായവും തേച്ച് വശ്യമായ ചിരിയോടെ നോക്കി നിൽക്കുന്ന ശില്പയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കീർത്തു പറഞ്ഞു. ആക്ച്വലി വരണമെന്ന് കരുതിയതല്ലടാ. പിന്നെ നന്ദൻ ഇങ്ങോട്ട് വരാൻ നിർബന്ധിച്ചപ്പോൾ കൂടെ വന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ടെന്താ, നിന്നെ കാണാൻ കഴിഞ്ഞല്ലോ. ഒരുപാട് സന്തോഷമായി. അത് പറയുമ്പോൾ ശില്പയുടെ കണ്ണുകൾ ആർത്തിയോടെ പാഞ്ഞു ചെന്നത് ഉമ്മറത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അപ്പുവിലായിരുന്നു. ഒരിക്കൽ അവിചാരിതമായി നന്ദൻ്റെ ഫോണിൽ നിന്നും കണ്ടതായിരുന്നു അപ്പുവിൻ്റെ ഫോട്ടോ. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് അവൾ സൂത്രത്തിൽ നന്ദൻ വഴി അവനെപ്പറ്റി അറിഞ്ഞത്. കീർത്തുവിൻ്റെ ഫ്രണ്ട് ആരാധ്യയുടെ ബ്രദറാണെന്നറിഞ്ഞതും എങ്ങനെയെങ്കിലും അവനെ നേടാൻ അവളുടെ മനസ്സ് കൊതിച്ചു. സത്യത്തിൽ അപ്പുവും കീർത്തുവും തമ്മിലുള്ള ബന്ധം അവളോട് നന്ദൻ പറഞ്ഞതേയില്ലായിരുന്നു. അങ്ങനെയാണ് അവൾ അപ്പുവിനെ കാണാനും അവനെ നേടാനും നന്ദനൊപ്പം വന്നത്. എല്ലാം ഓർത്തുകൊണ്ടവൾ അപ്പുവിനെ തന്നെ നോക്കി നിന്നുപോയി. ഇതേസമയം നന്ദൻ്റെ കണ്ണുകളും നിഷ്കളങ്കമായി തലയും താഴ്ത്തി നിൽക്കുന്ന ആരുവിലായിരുന്നു. കീർത്തു വിളിക്കുമ്പോഴൊക്കെയും അവളെപ്പറ്റി പറയുമ്പോൾ ആദ്യം ഒന്നും തോന്നിയില്ലെങ്കിലും പിന്നീട് എന്തോ വല്ലാത്തൊരു നെഞ്ചിടിപ്പോടെയായിരുന്നു അവൻ ആരുവിൻ്റെ കാര്യങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്തത്. കൂടാതെ കീർത്തു അയച്ചു കൊടുത്ത ആരുവിൻ്റെ ഫോട്ടോ എന്നും അവൻ പ്രണയത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. അവളെ ഒരു നോക്ക് കാണാൻ വേണ്ടിയായിരുന്നു ഇല്ലാത്ത ദൈവമുണ്ടാക്കി ഇവിടേക്ക് വന്നത് തന്നെ. ഇപ്പോൾ കണ്ടപ്പോൾ അവൾ സുന്ദരി മാത്രമല്ല, ഒരു പാവം കുട്ടിയാണെന്നും അവന് തോന്നിപ്പോയി. ഏട്ടാ, എന്താ നോക്കി നിൽക്കുന്നത്? അകത്തേക്ക് വാ. പുഞ്ചിരിയോടെ നന്ദൻ്റെയും ശില്പയുടെയും കയ്യിൽ പിടിച്ചുകൊണ്ട് കീർത്തു വീട്ടിലേക്ക് നടന്നു. തങ്ങളുടെ സന്തോഷങ്ങളൊക്കെയും തല്ലിക്കിടുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് മുന്നിൽ വരാൻ പോണത് എന്നറിയാതെ.